ഹരിശ്രീ ഗണപതിയെ നമ. വിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം വ്യാഴം രാശി മാറുന്നത് കൊണ്ട് ഓരോ രാശിക്കാർക്കും അതിൻ്റേതായ ഗുണമുണ്ടാകും. അതാണ് ഇവിടെ പറയുന്നത്. അതിന് മുന്നേ തന്നെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ളൊരു വിഭാഗം ഒന്ന് ടച്ച് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഒരു പ്രാർത്ഥനയ്ക്കും ദൈവം വിളി കേൾക്കുന്നില്ല എന്ന് കരുതി ഇരുന്ന 4 രാശിക്കാർക്ക് മറ്റു രാശിക്കാർക്കും 2025 രാജയോഗം തെളിയുകയാണ്. രാജയോഗം തെളിയുന്നത് എങ്ങനെയാണെന്നല്ലേ? ജ്യോതിഷപ്രകാരം പ്രാധാന്യമുള്ള 2 ഗ്രഹങ്ങളാണ് സൂര്യനും വ്യാഴവും. സൂര്യന് എല്ലാ മാസവും രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. പക്ഷേ 2025 12 വർഷങ്ങൾക്ക് ശേഷം വ്യാഴം ഓരോ രാശിയിലേക്കും പ്രവേശിക്കുവാൻ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ 4 രാശിക്കാർക്ക് 2025 രാജയോഗം സംഭവിക്കുന്നതെന്ന് പറയുന്നത്. മറ്റു രാശിക്കാരുടെ ഇത് വരുന്നതേ ഉള്ളൂ. മാസങ്ങൾ കഴിഞ്ഞ് ഓരോ മാസം കഴിയുമ്പോഴായിരിക്കും ഓരോ രാശിക്കാരുടെ ഗുണങ്ങൾ അറിയാൻ പറ്റുന്നത്. 2025 സൗഭാഗ്യം ലഭിക്കാൻ പോകുന്ന ഈ രാശിക്കാരുടെ ജീവിതത്തിൽ പരാതിയും പരിഭവങ്ങളും ഒക്കെ തന്നെയായിരുന്നു മുൻപ്. സാമ്പത്തികമായും മാനസികമായും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ രാജയോഗത്തിൻ്റെ ഫലങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ ഇവർക്ക് സാധിക്കും. ഷടാഷ്ടക രാജയോഗം, അതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഈ 4 നാളുകാർക്ക് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ രാശി മേടം രാശിക്കാരാണ്. സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ഈ രാശിമാറ്റം നിമിത്തം ഇവർക്ക്, ഈ മേടം രാശിക്കാർക്ക് ദുഷ്ടശക്തികളിൽ നിന്ന് മോചനം ലഭിക്കും. വിശദമായി പറഞ്ഞാൽ കണ്ണേറ്, പ്രാക്ക്, കുടുംബകലഹങ്ങൾ ഇവയൊക്കെ കാരണം കുടുംബജീവിതം ദുരിതപൂർണമായിരുന്ന മുന്നേ ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകും. സന്തോഷവും സമാധാനവും ഇവരുടെ ജീവിതത്തിലുണ്ടാകും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതെല്ലാം പെട്ടെന്ന് തന്നെ പരിഹരിക്കുവാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങൾ ആണെങ്കിൽ ചിലവാക്കുന്നതനുസരിച്ച് വരുമാനം ഇരട്ടിയായിക്കൊണ്ടിരിക്കും. നമുക്ക് തിരിച്ചു കിട്ടും. സൂക്ഷിച്ച് പണം ചിലവാക്കാനും സാധിക്കും. പുതിയ വാഹനങ്ങളും വസ്ത്രങ്ങളുമൊക്കെ വാങ്ങുവാൻ സാധിക്കും. എല്ലാം കൊണ്ടും നല്ലൊരു സമയമാണ് 2025. അപ്പോൾ പ്രാർത്ഥനയൊക്കെ മുടക്കാതിരിക്കുക. എല്ലാവരും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.